നമുക്കിനി നമുക്കിന്ന് പുതിയൊരു വീഡിയോ ആയാലോ. ഇന്ന് നമ്മൾ നാടൻ റെസിപ്പീസല്ലേ കാണുന്നത്. ഇന്ന് നമുക്ക് ഒരു ഇറ്റാലിയൻ പാസ്ത ഉണ്ടാക്കാം. നമ്മൾ ജസ്റ്റ് വെജിറ്റേറിയൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കം ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മൾ എടുത്ത് വെച്ച പാസ്ത ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പോൾ ഒട്ടി പിടിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ സ്ട്രെയിനർ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇച്ചിരി താഴെ കുഴപ്പമില്ല. നമ്മളെപ്പോഴും ഇച്ചിരി ഐസ് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിങ്ങനെ ഒട്ടി പിടിക്കാതെ നമുക്ക് കിട്ടും. ഞാൻ ഐസൊക്കെ എടുത്ത് വെച്ചിരുന്നായിരുന്നു ഗേസ്, പക്ഷേ വെള്ളമായിപ്പോയി. കുഴപ്പമില്ല, ഉണ്ടോ, വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നിരിക്കും. ഈ പാസ്തയ്ക്കുള്ള സോസ് ഉണ്ടാക്കാമേ. ആദ്യം പാൻ ഒന്ന് ചൂടാവട്ടെ. നമുക്കിതിനകത്തോട്ട് വേണ്ടുന്നത് ബട്ടറാണ് മെയിനായിട്ട്. എപ്പോഴും തീ കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചില്ലേ അത് പെട്ടെന്ന് ബേൺ ഔട്ട് ആവും. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ അളവിൽ നമുക്ക് എത്ര സോസാണോ വേണ്ടുന്നത് അതിൻ്റെ അളവിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ. നമ്മളിതിനകത്ത് കുറച്ചധികം അല്ല, കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാറില്ല, നമുക്ക് ഇറങ്ങില്ല അത്. നമുക്ക് ഇതിനകത്ത് കുറച്ച് ഗാർലിക് ഗ്രേറ്റ് ചെയ്തതാണ്. ഒരു കുറച്ചേ ഉള്ളൂ, ചെറിയത് ഒരു 2-3 എണ്ണം. അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ബട്ടർ കുക്കായി പോകരുത്. അതുപോലെ ഗാർലിക്ക് ഒരുപാട് കുക്കാവല്ല, ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കണം. ഒരുപാട് മെൽറ്റായി വെന്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കരിഞ്ഞ സ്മെല്ല് വരും. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് മൈദാമാവാണ്. ഞാനകത്ത് ഇവിടെ 2 സ്പൂൺ മൈദാമാവ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കത് കട്ടി പിടിച്ച് പോകരുത്, അതിട്ട് കൊടുക്കാം. നമ്മുടെ ഇപ്പോൾ ഒരുപാട് സോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മൈദാമാവ് കൂടുതലിട്ട് കൊടുക്കാം. ഇനി ഇത് കണ്ടിന്യൂസ് ഇളക്കണം, അല്ലെങ്കിൽ ഇത് കട്ടി പിടിച്ചു പോവും. കണ്ടോ, ഓൾറെഡി കട്ടിയായിട്ടുണ്ട്. സാരമില്ല, നമുക്ക് സെറ്റാക്കാം. മൈദയുടെ പച്ച മണം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി ആ ബട്ടറിൽ കിടന്നിട്ട്. ഞാൻ ഒരുപാട് അങ്ങ് ബട്ടർ ഇട്ടിട്ടില്ല. എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ, നമുക്ക് ഒരുപാട് അങ്ങ് റിച്ച് ആക്കണമെങ്കിൽ കുറച്ചും കൂടെ ബട്ടർ ഇട്ടാൽ മതി. ഇനി നമുക്കിതിൽ വേണ്ടുന്നത് സോസ് തയ്യാറാക്കാനായിട്ട് പാലാണ് വേണ്ടത്. ഞാൻ ഇവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പാലൊഴിക്കുക കേട്ടോ. ഇനി നമുക്കിത് കട്ട മാറ്റുന്നിടം വരെ ഇളക്കാം. തീ കുറച്ച് വെക്കണം. നമ്മൾ കട്ടയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്ത് കാണുന്നത് കുറച്ച് ഗാർലിക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ ഇച്ചിരി പാസ്ത സോസ് ഒഴിക്കാം. അപ്പം നമുക്ക് ഇച്ചിരി പിങ്ക് കളർ വരും, നല്ലൊരു ടേസ്റ്റുമാണ്. കുറച്ച് മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് നമ്മുടെ നാടൻ ചില്ലി ഫ്ലേക്സ് കുറച്ച് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്താൽ മതി. എല്ലാവരും ഒന്നും ഇടത്തില്ല, ചിലരിടും, ഞാൻ ഇടാറുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. തീ വളരെ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഇച്ചിരി ഒറഗാനോ ഉണ്ട്. ഈ പാസ്ത സോസിനകത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. പക്ഷെ ഞാൻ ഇച്ചിരി ഇടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു മണത്തിന്. അതിൻ്റെ മണമുണ്ട് നമ്മൾ പാസ്ത സോസ് ഒഴിക്കുന്നതാണ്. ഈ പാസ്ത സോസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് കുരുമുളകും ഈ ഒറഗാനോ ചില്ലി ഫ്ലേക്സ്
ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ഇടണം, കാരണം നമ്മൾ അവസാനം ഇച്ചിരി മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ കുറച്ച് വെജീസ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, മഷ്റൂമും ക്യാരറ്റും ബട്ടറിൽ ഇച്ചിരി സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം, പ്രോൺസ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാം. ഇപ്പം നമ്മൾ വെജീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫ്രോസൺ കോൺ കിട്ടും, അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ജസ്റ്റ് ബട്ടറിലാക്കി ആഡ് ചെയ്തിട്ട്, എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്, ഞാൻ ഉപ്പിട്ട് കൊടുത്തേ. ഇപ്പോൾ കുറച്ചൊരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ ചിക്കൻ ഒന്നും ഇടാത്തത് കാരണം കുറച്ചിടാമെന്ന് വിചാരിച്ചത്. പാസ്ത സോസ് സെറ്റായിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി, കൊള്ളാം, എല്ലാം സെറ്റാണ്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തിടാം. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ സോസിൻ്റെ വരും. ഇപ്പം നമുക്ക് ഇച്ചിരി അധികം ഇരുന്നാലും നമുക്ക് ഇച്ചിരി ഫ്രിഡ്ജിൽ വെക്കുകയോ, നമുക്ക് അല്ലാതെ വേറൊരു വൈറ്റ് സോസ് പാസ്തയും കൂടെ ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാം. ഇപ്പം ചിലർക്ക് പിങ്കാണ് ഇഷ്ടം, എനിക്കൊക്കെ പിങ്ക് പാസ്ത ഇഷ്ടം. വൈറ്റ് പാസ്ത ഇഷ്ടമുള്ളവരുണ്ട്, ഞാൻ കൂടുതൽ പിങ്ക് പാസ്ത എനിക്കിഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഇട്ട വെജീസ് ഒന്നും അധികം അങ്ങോട്ട് കാണാൻ പറ്റാത്തത് കേട്ടോ. അതിനകത്ത് ചിക്കനും നമ്മൾ ക്യാപ്സിക്കം ഒക്കെ ഇടുന്നവരുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്ത് ഇപ്പോൾ തന്നെ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാവുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റപ്പായി. മിക്സ് ചെയ്താൽ മതി. ആയിട്ടുണ്ട്, നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുക, ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി കുറുകി പോകും. നമുക്ക് ലൂസായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് ഇച്ചിരി കട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ ടെസ്റ്റർ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. വായിൽ വെച്ചോ. ഹൗ ഇസ് ഇറ്റ്? അടിപൊളി, സൂപ്പർ യമ്മി. Like that, like that, like that. നമുക്ക് ടേസ്റ്റ് നോക്കാം. കൊള്ളാവോ? കൊള്ളാം. പാസ്ത എൻ്റെ ഫേവറേറ്റാണ്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്.